اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് ഭൂമുഖത്ത് നിന്ന് വിട പറയാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉസിക്കുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വന്നുപോയ ചെറുതും വലുതുമായ നമ്മുടെ ജീവിതത്തിലെ ന്യൂനതകളും കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക്, സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സഹാബാക്കളോട് പറഞ്ഞു: ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീർ. അല്ലാഹു സുബ്ഹാനഹു തആല ഹയ്യുൻ, ഏറെ ലജ്ജാശീലമുള്ളവനാണ്. സിത്തീറുൻ, ഏറെ മറച്ചു വെക്കുന്നവനുമാണ്. അള്ളാഹിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ സിത്തീർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇമാം ബൈഹഖി വിശദീകരിച്ചു. ആ സിത്തീർ എന്നാൽ യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു സാത്തിറുൻ അലാ ഇബാദിഹി കസീറ, തൻ്റെ ദാസന്മാർക്ക് ധാരാളമായി അവൻ്റെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളുമെല്ലാം അള്ളാഹു പരലോകത്തുനിന്ന് മറച്ചു വെക്കുന്നതാണ്. അള്ള മറച്ചു വെക്കും നമ്മളുടെ തെറ്റുകൾ. അതിൻ്റെ പേരാണ് സിത്തീർ. സാധാരണ ചില ആളുകൾ സത്താർ എന്ന് പേരിടാറുണ്ട്. സത്താർ എന്നത് തെറ്റാണ്. ചില ആളുകൾ അബ്ദു സത്താർ എന്നിടും. സത്താർ എന്ന അള്ളാൻ്റെ പേരുമല്ല. അള്ളാൻ്റെ പേര് ഖുർആനിൽ വന്നതല്ല, ഹദീസിൽ വന്നത് സിത്തീർ. അബ്ദുർ റഷീദ് എന്ന് അള്ളാൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതല്ല. അതുകൊണ്ട് റഷീദ് എന്നുള്ളത് അബ്ദു ചേർത്തിടാൻ പാടില്ല. അള്ളാൻ്റെ പേരല്ല അത്. അതുപോലെ സത്താർ, നമുക്ക് സത്താർ എന്ന് മാത്രം ഇടാം, പക്ഷേ അബ്ദുൽ സത്താർ ഇടാൻ പാടില്ല. കാരണം സത്താറിന് അള്ളാൻ്റെ പേരല്ല. അള്ളാൻ്റെ പേര് സിത്തീർന്നാണ്. സിത്തീർ എന്ന് പറഞ്ഞാൽ ധാരാളമായി നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പരലോകത്ത് നിന്ന് മറച്ചു വെക്കും. വലാ യുഫ്ലിഹും ഫിൽ മഷാഹിദ്, പരലോകത്ത് ജനസമക്ഷത്തിൽ വെച്ച് അള്ളാഹു നാം ചെയ്ത തെറ്റുകളെല്ലാം പുറത്തെടുത്ത് വലിച്ചു കയറി നമ്മളെ വഷളാക്കുകയില്ല. അതാണ് സിത്തീറിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, എത്ര അനുഗ്രഹീതൻ റബ്ബ് അല്ലേ. നമ്മളാണെങ്കിലോ നമുക്കൊരാളെപ്പറ്റി വല്ല രഹസ്യവും അറിയുകയാണെങ്കിൽ അത് 100 പേരുടെയെങ്കിലും
അടുത്തെത്തിക്കാതിരുന്നാൽ സമാധാനം ഉണ്ടാവില്ല അല്ലേ? ചില ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നാറ്റിച്ച് ചില മനുഷ്യന്മാരെയൊക്കെ നാറ്റിക്കുന്നതാണ് അല്ലേ? ഇവരൊന്നും അറിയുന്നില്ല, അള്ളാഹ്ക്കത് ഇഷ്ടമല്ല കേട്ടോ. അള്ളാഹ് പറയാം, വകദാലിക യുഹിബ്ബു മിൻ ഇബാദിഹി സതർ. തൻ്റെ ദാസന്മാർ മറ്റുള്ളവരുടെ ന്യൂനതകളും സ്വയം ന്യൂനതകളും മറച്ചു വെക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തം ന്യൂനത പോലും വേറെ ആരോട് പറയാൻ പാടില്ല. അള്ളാഹു മറച്ചു വെച്ച പല നിങ്ങളുടെ തെറ്റുകളുണ്ടാവും. ആ തെറ്റുകൾ ഒരു കാരണവശാലും നിങ്ങളുടെ കൂട്ടുകാരോടോ ഭാര്യമാരോടോ ഭർത്താവിനോടോ ഒന്നും പറയാൻ പാടില്ല. അതെല്ലാം മറച്ചു വെച്ചതാണ്, അത് പറയാൻ പാടില്ല. അങ്ങനെ അത് പരസ്യപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അപകടം വലുതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വകദാലിക യുഹിബ്ബു മിൻ ഇബാദിഹി സതറ അലാ അൻഫുസിഹിം. സ്വന്തമായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. വഇജ്തിനാബുമായി യശീനും, മോശമായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും. മോശമായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മോശമായ കാര്യങ്ങൾ വന്നുപോയാൽ അത് മറ്റുള്ളവരോട് പരസ്യപ്പെടുത്താതിരിക്കുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മോശമായ കാര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. രണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അഥവാ വന്നുപോയാൽ ആരാരും അറിയാത്തൊരു കാര്യം, അള്ളാഹു മാത്രം അറിയുന്നൊരു കാര്യം, ഒരിക്കലും അത് പരസ്യപ്പെടുത്താതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ, മൻ സതറ അലാ ഇബാദില്ലാ, അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നവരാണ്. നമ്മുടെ കൂട്ടുകുടുംബത്തിലെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇടയിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞു നടക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അത് അവരുത്തമ സ്വഭാവമല്ല. അതുകൊണ്ട് ഖൈറുന്നാസി മൻ സതറ അലാ ഇബാദില്ലാ വഗല്ലു തർഫി അലാ സല്ലാത്തിഹിം. ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാരുടെ അടുത്ത് തെറ്റുകളുണ്ടാവും. ആ തെറ്റുകൾ നിങ്ങൾ അഥവാ കണ്ടാൽ ആ കണ്ട തെറ്റിന് നേരെ നിങ്ങൾ കണ്ണടക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കണ്ണടച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല. എത്ര വിശുദ്ധനാവും അല്ലേ? നമ്മൾ കാണാത്ത തന്നെ സോഷ്യൽ മീഡിയ മുഖേന പ്രചരിപ്പിക്കുന്നവരപ്പം നമ്മൾ അല്ലേ? അതിനെപ്പറ്റിയും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പറയാ, ഇന്നല്ലദീന യുഹിബ്ബുന അൻ തശിഅൽ ഫാഹിഷത്ത്, തെറ്റുകളും കുറ്റങ്ങളും നികൃഷ്ടമായ കാര്യങ്ങളുമൊക്കെ തമ്മാടിത്തങ്ങളുമൊക്കെ വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നവർ, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, അവർക്ക് ഇഹത്തിലും പരത്തിലും അല്ലാഹു അതിശക്തമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാരകമായ ശിക്ഷ ഇഹത്തിലുണ്ടാവും പരത്തിലുണ്ടാവും. എങ്ങനെ ഇഹത്തിലുണ്ടാകുക? അള്ളാഹു വഷളാക്കും. നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടെത്തി അത് പ്രചരിപ്പിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല മരിക്കുന്നതിനിടക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രഹസ്യമായി ചെയ്ത, നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളറകളിൽ വെച്ച് ആരാരും അറിയാതെ നിങ്ങൾ ചെയ്ത തെറ്റ് അള്ളാഹു പുറത്തു കൊണ്ടുവരികയും അങ്ങനെ അള്ളാഹു നിങ്ങളെ വഷളാക്കുകയും ചെയ്യും. നേരെ മറിച്ച് മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും നിങ്ങൾ മറച്ചു വെച്ചാലോ അള്ളാഹു വല്ലാത്ത വിശദീകരണം നൽകിയത്. നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആൻ പറയാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരാളടുത്ത് തെറ്റ് വന്നത് നമ്മൾ കണ്ടു നിൽക്കുക, അഥവാ കണ്ടാൽ വഖവ്വമ ഖതാഹും ബിന്നുസ്, വളരെ സതുദ്ദേശത്തോടു കൂടി രഹസ്യമായി ആ കാര്യം അവരെ നേരാക്കണം. അതല്ലാണ്ട് അത് വേറെ ആട് പറയാനോ പ്രചരിപ്പിക്കാനോ നമ്മളുടെ നാവിൽ നിന്ന് പുറത്തു വരാനോ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ മുസ്ലിമല്ല. നോക്കൂ, നിങ്ങൾ റസൂലുള്ള പറയാം, കുല്ലു ഉമ്മത്തി മുആഫ, എൻ്റെ ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും അള്ളാഹു മാപ്പ് നൽകും. പരലോകത്തിന് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ അള്ളാഹു മാപ്പ് കൊടുക്കും. ഇല്ലൽ മുജാഹിദീൻ, പരസ്യപ്പെടുത്തിയവരൊഴികെ അവർക്ക് മാപ്പില്ല. ഇപ്പം ചെറിയ ഗുരുതരമായ കുറ്റമല്ല, വളരെ വലിയ കുറ്റമാണ്. നമ്മളുടെ ന്യൂനത നമ്മൾ പരസ്യപ്പെടുത്തുകയോ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് ഞാൻ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന തെറ്റ് ചെയ്തു, ഞാൻ കള്ളു കുടിച്ചു, അല്ലെങ്കിൽ ഞാൻ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഞാൻ മോഷ്ടിച്ചു, ഞാൻ മറ്റവനെ വഞ്ചിച്ചു, ഇതൊക്കെ നിങ്ങൾ അള്ളാഹു മറച്ചു വെച്ചൊരു കാര്യം നിങ്ങൾ പുറത്തു പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ കുറ്റത്തിന് അള്ളാഹുവിൽ നിന്ന് മാപ്പ് കിട്ടൂല. ആശംസ നമ്മൾ വേറെ ആരും പറഞ്ഞല്ല, നമ്മൾ തന്നെ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു മാപ്പരുളൂല. വൈന്ന മിനൽ മുഹാജറ, പരസ്യപ്പെടുത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ അൻ യഅമല റജുൽ, ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നു, ബില്ലയിൽ, രാത്രിയിൽ ആരാരും അറിയാതെ കൂരിട്ടത്തൊരു തെറ്റ് ചെയ്തു, സുമ്മ യുസ്ബിഹു,
വഖദ് സത്രല്ലാഹു, നേരം വെളുക്കുന്നത് വരെ അള്ളാഹു അവൻ ചെയ്ത തെറ്റ് ആരെയും അറിയിച്ചില്ല, ഒരാളെയും. അങ്ങനത്തെ എത്രയോ തെറ്റ് നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ? രാത്രിയിൽ നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തു, ആരാരും അറിയാതെ ചെയ്ത തെറ്റ്. രാത്രി അല്ല മറച്ചു വെച്ചതാ. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ലക്ഷങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ തെറ്റുകൾ പരസ്യപ്പെടുത്തി നിങ്ങളെ വഷളാക്കി നശിപ്പിക്കാൻ അള്ളാഹ് കഴിയും അല്ലേ? നിങ്ങളുടെ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഒന്നിച്ച് കപ്പൽ കയറും ഇല്ലേ? ആ അവസ്ഥ ഉണ്ടാവും. പക്ഷെ അല്ല പറയാം, വഖദ് സത്രല്ല, അള്ളാഹു മറച്ചു വെച്ചു രാത്രി. എന്നിട്ടോ ഫയഖൂൽ, ഈ തെറ്റ് ചെയ്തവൻ നേരം വെളുത്തപ്പോൾ വിളിച്ചു പറയുന്നു, യാ ഫുലാൻ, ഓൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറയാണ്. എന്താ പറഞ്ഞറിയോ? അമിൽ തു അൽ ബാരിഹത്ത കഥാ വക്കഥ, ഇന്നലെ രാത്രി ഞാൻ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തു. ഞാൻ കള്ളുടിച്ചു, ഞാൻ വ്യഭിചരിച്ചു, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി. അങ്ങനെ ചില ആൾക്കാർ വീമ്പൂടുന്ന കണ്ടില്ലേ, ചെറുപ്പക്കാർ കണ്ടില്ലേ? ഞാൻ ഗോവയിൽ പോയി, അല്ലെങ്കിൽ റഷ്യയിൽ പോയി, അവിടെ ഉള്ള തോന്നിവാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീമ്പളക്കും അല്ലേ? അങ്ങനെ പറഞ്ഞവരുണ്ട്. ഓൻ്റെ ജീവിതത്തിൽ അള്ളാഹു മറച്ചു വെച്ചു. ഒരു കേസിൽ ഓനെ പെടുത്തിയില്ല, ഒരു നിയമപാലകർ ഓനെ കണ്ടെത്തിയില്ല, ഓനെ പിടിച്ചില്ല. അത് നിന്റെ കഴിവല്ല, അല്ല മറച്ചു വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അല്ല പറയാം, വഖദ് ബാത്ത യസ്തുറുഹു റബ്ബുഹു, രാത്രി മുഴുവനും അള്ളാഹു അവൻ ചെയ്ത് തെറ്റ് മറച്ചു. യക്ഷിഫു സിത്രല്ലാഹി അൻഹു, അവൻ എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കർട്ടൻ നീക്കിക്കളഞ്ഞത്? അല്ല ഇട്ടുകൊടുത്തൊരു കർട്ടൻ ഉണ്ടായിരുന്നു, അത് അവൻ നീക്കിക്കളഞ്ഞു. അത് അള്ളാഹ്ക്ക് ഭയങ്കര വെറുപ്പാണ്. സ്വന്തം ചെയ്ത തെറ്റുകൾ വിളിച്ചു പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ലാ യസ്തുറുല്ലാഹു അല അബ്ദിൻ ഫിദ്ദുനിയ ഇല്ലാ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ, ദുനിയാവിൽ അള്ളാഹു നിങ്ങളുടെ ഒരു തെറ്റ് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്ത തെറ്റ്, നിങ്ങൾ കള്ളുടിച്ചതോ വ്യഭിചരിച്ചതോ മോഷ്ടിച്ചതോ വഞ്ചിച്ചതോ ആരാരും അറിയാതെ അള്ളാഹു ഇത് മറച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, ഇല്ലാ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലും അതല്ല മറച്ചു വെക്കും. ബില്യൺ കണക്കിന് ആളുകൾ ഒത്തുകൂടിയ പരലോകത്തിനെ നിങ്ങൾ ചെയ്ത തെറ്റ് അള്ളാഹു മറച്ചു വെക്കും. എപ്പോൾ നിങ്ങൾ ഒരു യാദൃശ്ചികമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നുപോയി, ആ തെറ്റ് അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക, അള്ളാഹു അത് ഇനി ദുനിയാവിൽ പരലോകത്ത് കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കൂല കേട്ടോ. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് അള്ളാൻ്റെ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? നമ്മളുടെ ജീവിതത്തിലൊക്കെ വരുന്ന ഒരുപാട് അപാകതകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. ഇന്നൊക്കെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് അറിയാം? ഇന്നുള്ള ആളുകൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയ അപ്പം, അത് ആരെങ്കിലും പറ്റിയായിരിക്കും, ഓനെ പറ്റിയല്ല, ആരെങ്കിലും പറ്റി കിട്ടിയാൽ ഉടനെ സോഷ്യൽ മീഡിയയിൽ അത് ഇട്ടിട്ട് എത്ര ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കുക അല്ലേ? ചിലപ്പോൾ നിങ്ങളെ സങ്കടപ്പെടുത്താറില്ലേ അങ്ങനെ ആളുകൾ, മുസ്ലിങ്ങൾ ഇല്ലേ? അപ്പോൾ ഓനെന്ത് മനസ്സിലാക്കണം? ഓൻ്റെ എല്ലാ ന്യൂനതകളും അള്ളാഹു നാളെ പരലോകത്ത് കൊണ്ടുവന്ന് വഷളാക്കും കേട്ടോ. അതൊക്കെ കൽബ് തട്ടണം. അള്ളാന്റെ റസൂൽ പറയാ, യാ മൈസറമൻ അസ്ലമ ബിൽ ഇസാനി, നാവ് കൊണ്ട് മാത്രം മുസ്ലിമായ സമൂഹമേ, അള്ളാന്റെ റസൂൽ വിളിക്കുക, നാവ് കൊണ്ട് മാത്രം മുസ്ലിമായ സമൂഹമേ, യാ മൈസറമൻ അസ്ലമ ബിൽ ഇസാനി വലം യുഫ്ലിൽ ഈമാൻ ഇലാ കൽബിഹി, കൽബിലേക്ക് ഒരൽപ്പം പോലും ഈമാൻ പ്രവേശിച്ചിട്ടില്ലാത്ത, നാവ് കൊണ്ട് മാത്രം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ച മുസ്ലിങ്ങളെ, ലാ തൂദിൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളെ വേദനിപ്പിക്കരുത്. പിന്നെ വലാ തുഅയ്യിറൂഹും, അവരെ നിങ്ങൾ അപമാനിക്കരുത്. വലാ തത്തബിയു ഔറാത്തിഹിം, അവരുടെ ന്യൂനതകൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. ചില ആൾക്കാർക്ക് മെയിൻ പണി അതാ, ഓരോരുത്തരുടെയും രഹസ്യം കണ്ടെത്തൽ അല്ലേ? ലാ തത്തബിയു ഔറാത്തിഹിം, നിന്റെ സഹോദരന്റെ ന്യൂനതകൾ, പോരായ്മകൾ, വീഴ്ചകൾ നീ ഒരിക്കലും അന്വേഷിച്ച് നടക്കരുത്. ഫൈന്നഹു മൻ തത്തബ ഔറത്ത അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ന്യൂനതകൾ, കുറ്റങ്ങൾ, തെറ്റുകൾ നീ അന്വേഷിക്കാൻ നടന്നാൽ എന്തുണ്ടാവും? തത്തബ അല്ലാഹു ഔറത്ത, നിന്റെ ഓരോ തെറ്റുകളും അള്ളാഹു കണ്ടെത്തി എന്ത് ചെയ്യും? യഫ്ലിഹു വലൗ ഫി ജൗഫി റഹല, നിന്റെ വീട്ടിന്റെ ഇരുട്ടറയിൽ വെച്ച്, ആരാരും അറിയാത്തൊരു ലോകത്ത് വെച്ച് നീ ചെയ്ത തെറ്റാണെങ്കിൽ പോലും അത് അള്ളാഹു പരലോകത്ത് കൊണ്ടുവന്നിട്ട് നിന്റെ മാതാപിതാക്കളുടെയും നിന്റെ കുടുംബത്തിൻ്റെയും ആളുകളുടെ അടുത്തിട്ട് തന്നെ പരലോകത്ത് ഭക്ഷണമാക്കും. യഫ്ലിഹു, എത്ര സൂക്ഷിക്കണല്ലേ? എത്രമാത്രം നമ്മൾ പരിശുദ്ധരാവേണ്ടതുണ്ട്. നമ്മളെ വിചാരം ഉംറക്ക് പോവുക, നിസ്കരിക്കുക, നോമ്പ് വെക്കുക, തക്കാത്ത് കൊടുത്ത മുസ്ലിമായി ആവൂല. മുസ്ലിം ആവാൻ ഒരുപാട് അധ്വാനിക്കണം.
കേട്ടോ. എന്ന് മാത്രമല്ല, നിങ്ങൾ ഇവിടെ വെച്ച് ഞാനും നിങ്ങളും മറ്റുള്ളവരുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കുകയും അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുകയും അത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും മൗത്ത് ടു മൗത്തും നിങ്ങൾ പ്രചരിപ്പിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, മൻ അക്കല ബി റജുലി മുസ്ലിമിൻ അക്കലത്തൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മാനം കെടുത്തുന്ന വിധം ഒരാൾ പ്രവർത്തിച്ചാൽ, അവന്റെ പച്ച മാംസം ദുനിയാവിൽ വെച്ചോ തിന്നാൽ, ഫൈൻ അല്ലാഹ യുത്ഇമുഹു മിസ്ലഹ മിൻ ജഹന്നം, അതേപോലെ നരകത്തിൽ വെച്ച് അള്ളാഹു പച്ച മാംസം മോനെ ഭക്ഷിപ്പിക്കും. അതെ, മറ്റുള്ളവരുടെ ന്യൂനതകൾ തെരഞ്ഞു കണ്ടെത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ നാളെ പരലോകത്തെ അവസ്ഥ നരകത്തിലവൻ കഴിയുന്നത്, അതിൻ്റെ പുറമെ അവനെ പച്ച മാംസം ഭക്ഷിപ്പിക്കും. നഊദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ. എന്താ അറിയോ, നമ്മളൊക്കെ ജീവിതത്തിൽ എന്തായിരുന്നാലും വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഇപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ മഴക്കാലാണ്, വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ ചിലപ്പോൾ തമാശക്ക് പറഞ്ഞ് ചിരിക്കാൻ വേണ്ടിയാണ് പറയുക അല്ലേ. പലരുടെയും കുറ്റങ്ങളും ന്യൂനതകളും സംസാരിക്കുന്ന ഒരുപാട് സദസ്സുണ്ടാവും. ഒരിക്കലും ആ സദസ്സിൽ ഇരിക്കരുത്. ചിലപ്പോൾ നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മളുടെ സ്വന്തം മക്കളാണെങ്കിൽ പോലും, നമ്മളുടെ ബന്ധുക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നമ്മൾ എഴുന്നേറ്റ് പോയാൽ അദ്ദേഹം വലിയ തക്കുവള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കും അല്ലേ. സ്വാഭാവികം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടിക്കൊടുക്കുക ചെയ്യുക. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മൻ സത്ര മുസ്ലിമൻ, ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ നിങ്ങൾ മറച്ചു വെച്ചാൽ, സത്രഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിക്കണം. സത്രഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു മറച്ചു വെക്കും. പല തെറ്റുകളും കുറ്റങ്ങളും നമ്മളുടെ അള്ളാഹ്ക്ക് അറിയായിട്ടല്ല, ലോകത്താരെയും അറിയിക്കാതെ ഇരുന്നത് അള്ളാഹുവാണ്. നിങ്ങൾ പറയല്ലേ, ഞാൻ ആ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച് എന്നെ പിടിച്ചു പോകുന്നു, പക്ഷെ പിടിക്കാണ്ടാക്കിയത് അല്ലേ. നമ്മൾ പല തെറ്റുകളും ആരെയും അറിയിക്കാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ചെയ്ത തെറ്റൊക്കെ അള്ളാഹു മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു തന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു തആല നാളെ നമുക്ക് ആ തെറ്റ് അള്ളാഹു മറച്ചു വെക്കും. ഒരിക്കലും നമ്മളെ പരലോകത്ത് കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കൂല, വഷളാക്കൂല. ഇത് തെറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല, അള്ളാഹിൻ്റെ ഒരു സമ്മാനം ആ വിശ്വാസികളെ. ഏത് വിശ്വാസിയായാലും തെറ്റ് വരും, ഉറപ്പാ അല്ലേ. നമുക്കറിയാം, ഇതൊക്കെ നമ്മളുടെ മോഹലോകത്ത് വരുന്ന തെറ്റുകളാണ്. നമുക്കൊരു മോഹമാണ് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബീമ്പളക്കി പറയുക അല്ലേ. ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ അവരെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഓൾ എൻ്റെ സ്വന്തം ആളാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തോ ഒരു വലിയ മികവാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നാളെ പരലോകത്ത് ബുദ്ധിമുട്ടിൽ നിന്ന് ബുദ്ധിമുട്ടിലേക്ക് വഴുതി വീഴുന്ന വാക്കുകളും പ്രവർത്തനങ്ങളുമാണെന്ന് മറന്നു പോകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സഗൗരവം ഉണർത്തിയ കാര്യമാണ് കേട്ടോ. ഇനി ആരെങ്കിലും ഇതുപോലെ മറ്റുള്ളവരുടെ മാനം കെടുത്തുന്നുണ്ടെങ്കിൽ, ആ മാനം കെടുത്തുന്നിടത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ബാധ്യത എന്താ പറയുക, ആ മാനം അയാൾക്ക് തിരിച്ചു വാങ്ങിക്കൊടുക്കണം. ഒരാളെ മാനം കെടുത്തുന്നു, അഭിമാനത്തിൻ്റെ മുകളിൽ കൈവച്ച് സംസാരിക്കുന്നു എങ്കിൽ നമ്മളെന്ത് ചെയ്യും, അവന് മാനം തിരിച്ചു കൊടുക്കാനുള്ള രൂപത്തിൽ ആ തെറ്റ് അവനിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനത്തെ തെറ്റുകൾ പ്രചരിപ്പിക്കരുത് എന്നുകൊണ്ട് നമ്മൾ സംസാരിക്കും. റസൂല പറയാം, മാമിൻ മുസ്ലിമിൻ യറുദ്ദു അൻ ഇർളി അഖീഹി ഇല്ലാ കാന ഹക്കൻ അലല്ലാ അൻ യറുദ്ദൻഹു നാറ ജഹന്നം യൗമൽ ഖിയാമ. നമ്മൾ ഒരാളുടെ മാനം നമ്മൾ രക്ഷിച്ചാൽ, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നതിൽ നിന്ന് നമ്മളൊരാളെ തടഞ്ഞാൽ മതി, അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ തടയും. ഒരാളുടെ മാനം കെടുത്തുന്നത് നമ്മൾ കണ്ടപ്പോൾ, കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്തു, ആ മാനം കെടുത്തുന്ന അവനെ തടഞ്ഞു. അങ്ങനെ നിങ്ങൾ തടയുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, എത്ര പ്രതിഫലം അല്ലേ, നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷിക്കും. ഈ സഹോദരന്റെ മാനം നിങ്ങൾ ക്ഷതം വരുന്നിടത്ത് അവനെ സഹായിച്ചപ്പോൾ അതിൻ്റെ പ്രതിഫലമായി അള്ളാഹു കൊടുക്കുന്നത് എന്താ പറഞ്ഞത്, അൻ യറുദ്ദ അൻഹു നാറ ജഹന്നമ യൗമൽ ഖിയാമ സുമ്മ തലാ ഹാദിയിലായ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ആയത്തോതി. ഏതായത്ത്, വക്കാന ഹക്കൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളെ സഹായിക്കൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. ആ വിശ്വാസിക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന തെറ്റ് നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുകയും അല്ലെ ഒരാളുടെ മാനം വലിച്ചു കീറുന്ന കാണുകയും ചെയ്യുമ്പോൾ അവിടെ ഇടപെട്ടിട്ട് അവന്റെ മാനം തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സംസാരിച്ചാൽ, ഇടപെട്ടാൽ അള്ളാഹു നരകത്തിൽ രക്ഷിക്കും.
അപ്പം ആ പ്രതീക്ഷയോടുകൂടി ആ കാര്യത്തിൽ ഇടപെടണം കേട്ടോ. ഇനി നമ്മളൊക്കെ അത്ര വലിയ മുന്തിയ ആളുകളൊന്നുമല്ല, നമുക്ക് എപ്പോഴും തെറ്റ് വരാം അല്ലേ. ഇത്തരം തെറ്റുകളൊക്കെ നിർബന്ധമായി, കാരണം നമ്മൾ സാമൂഹ്യ ജീവിയാണ്, പുറത്തിറങ്ങി ജീവിക്കുന്നവരാണ്, ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടുന്നവരാണ്, പലതരം സ്വഭാവക്കാരാണ്. അവർ നമ്മളോട് പല കാര്യങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ഒക്കെ നമ്മളോട് പറയും, സംസാരിക്കും. അപ്പം നമുക്ക് ആ പറഞ്ഞു തരുന്ന ആളോട് ഭയങ്കര സന്തോഷം ഉണ്ടാകുക. പക്ഷേ ആ പറഞ്ഞു തരുന്നവനും ഇത് കേൾക്കുന്നവനും നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ലോകത്ത് ആദമിൻ്റെ മക്കളായി പിറന്ന ആളുകളെല്ലാം അവർക്കൊക്കെ ഇത്തരം തെറ്റുകൾ വരും. കുല്ലു ബനി ആദം ഖത്താഅ്, ആദമിൻ്റെ മക്കൾക്കെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് തെറിച്ചു പോകുന്ന ചില തെറ്റുകൾ ഉണ്ടാവും. വ ഖൈറുൽ ഖത്താഈൻ, തെറ്റ് ചെയ്ത ആളുകളിൽ ഏറ്റവും ഉത്തമർ, തെറ്റ് ചെയ്തവരിൽ ഉത്തമർ ആരാ? അത്തൗവാബൂൻ, തൗബ ചെയ്തവരാണ്. ഇത് വന്നുപോയി, ഇപ്പം മനുഷ്യനാണ് വന്നുപോകും, അതാ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. വന്നു പോയാൽ തന്നെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ എത്താണോ കേട്ടോ, പൊറുക്കലെത്താണോ. അതിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല ആ തെറ്റിൽ. വിശുദ്ധ ഖുർആൻ അള്ളാഹു ആലി ഇമ്രാനിൽ പറയുന്നു, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, ഒരു തെറ്റ്, ഒരു നികൃഷ്ടമായ കാര്യം പ്രവർത്തിച്ചു പോയാൽ, ഔ ലലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് ഞാൻ എൻ്റെ തന്നെ ഒരു തിന്മ ഞാൻ പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ ഞാനൊരു അള്ളാഹു പൊറുക്കപ്പെടാത്ത തെറ്റ് ഞാൻ ചെയ്തു, ഉടനെ തന്നെ ദക്കറുല്ല, എനിക്ക് അള്ളാഹുവിന് ഓർമ്മ വന്നു, ഈ ശിക്ഷ ഒക്കെ കൊണ്ട് ഓർമ്മ വന്നു, പെട്ടെന്ന് ഓർമ്മ വന്നു, പറഞ്ഞു പോയി, അപ്പോഴാണ് ഓർമ്മ വന്നത്. ദക്കറുല്ല ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അപ്പം തന്നെ ആ തെറ്റ് നിങ്ങൾ മാപ്പപേക്ഷിക്കണം. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് തരാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തെറ്റും മാപ്പ് തരാൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. എന്തല്ല പറയാ, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, ഈ പറയുന്ന ഈ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വലം യുസിറു അലാ മാ ഫഅലു, പ്രവർത്തിച്ച തെറ്റിൽ ഉറച്ചു നിൽക്കൂല, വേം മാപ്പപേക്ഷിച്ചോളൂ. പറഞ്ഞു പോയ തെറ്റിൽ ഉറച്ചു നിൽക്കൂല, ന്യായീകരിക്കൂല. ഞാൻ പറഞ്ഞ ഉള്ളതല്ലേ, ഓൻ്റെ കാര്യം ഓൻ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കൂല, ആ തെറ്റിൽ ഉറച്ചു നിൽക്കൂല. ഇത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് നാളെ പരലോന്നും ചെയ്യാൻ കഴിയും. ഈ പള്ളിയിൽ ഇപ്പം ജുമാക്ക് വന്ന് ഒരൊറ്റ കുട്ടിക്കും നാളെ അള്ളാഹിനോട് പറയാൻ കഴിയില്ല, പടച്ചോനെ ഇത് തെറ്റാൻ ഞാൻ അറിയില്ലേന്ന്, നിനക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, എനിക്ക് അറിയില്ലെന്ന് നിങ്ങൾക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല. അള്ളാഹു ഇഷ്ടമുള്ള കാര്യം എന്ത്? സ്വന്തം തെറ്റുകൾ പോലും മറച്ചു വെക്കുന്നത് കേട്ടോ. ഒരിക്കലും സ്വന്തം തെറ്റ് പോലും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് തെറ്റിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല, അവന് അതിൽ നിന്ന് പിന്മാറണം. തീർച്ചയായിട്ടും പിന്മാറിയേ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹിൻ്റെ റസൂല് ഒരു സംഭവം വിശദീകരിച്ചു, സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു. എന്താ അറിയോ, നാളെ പരലോകത്തുണ്ടാകുന്ന ഒരു അനുഭവം റസൂൽ സഹാബത്തിനോട് പറയാൻ, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിന യൗമൽ ഖിയാമ മിൻ റബ്ബി, ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളായ ആളുകളെ അള്ളാഹുലേക്ക് അടുപ്പിച്ചു നിർത്തും. ഹത്താ യലാ കനഫഹു അലൈഹി, അവൻ്റെ ചുമലിലേക്ക് അള്ളാഹു അവൻ്റെ കൈവെക്കും. ഫയുഖരിറുഹു ബിദുനൂബി, അവൻ്റെ തെറ്റുകൾ അവനെ ഓർമ്മപ്പെടുത്തും, അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. നമ്മൾ ചെയ്ത ഓരോ തെറ്റുകളെ, ഓരോ നാട്ടിൽ പോയപ്പോൾ ചെയ്ത തെറ്റ്, ഓരോ സ്ഥലത്ത് വെച്ച് ചെയ്ത തെറ്റുകൾ, ഓരോ സാഹചര്യം ഉണ്ടായപ്പോൾ ചെയ്ത തെറ്റ്, ഇതൊക്കെ അള്ളാഹു പരലോകത്ത് നമ്മളെ തോളിൽ കൈവച്ചിട്ട് അള്ളാഹു സമ്മതിപ്പിക്കും, ഇന്ന് ശരിയില്ലേ കേട്ടോ. എന്നിട്ട് അള്ളാഹു ചോദിക്കും, ആ താരിഫു ദൻബ കഥ, നീ ഇന്ന തെറ്റ് ചെയ്ത് ഓർമ്മ ഉണ്ടോ? പരലോകം കേട്ടോ. നമ്മൾ തെറ്റ് ചെയ്തിട്ട് കാലങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അതൊക്കെ കഴിഞ്ഞു, നമ്മളെ മരണം കഴിഞ്ഞു, ആൾക്കാർ നമുക്ക് വേണ്ടി കുറേ കരഞ്ഞു, കുറേ ആളുകൾ തസ്ബീത്ത് നടത്തി, കുറേ ആൾ മയ്യസ്കരിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ മയ്യത്ത് പരലോകത്തെത്തിയപ്പോഴാണ് അള്ളാഹു നമ്മളുടെ വിശ്വാസിയാണ്, ഈമാനുണ്ട്, ശിർക്ക് വന്നിട്ടില്ല, അവൻ അള്ളാഹു പരലോകത്തിന് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് നിർത്തും, അള്ളാഹിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അള്ളാഹ് അവൻ്റെ ചുമലിൽ കൈവച്ചിട്ട് ചോദിക്കും, ആ തൈരിഫു ദൻബക്കഥ, ഇന്ന തെറ്റ് നീ ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്ത് ഓർമ്മയുണ്ടോ? ഇന്ന സ്ഥലത്ത് വെച്ച് കള്ളുടിച്ച ഓർമ്മയുണ്ടോ? ഇന്ന സ്ഥലത്ത് വെച്ച് നീ പെണ്ണുടിച്ചത് ഓർമ്മയുണ്ടോ എന്ന് അള്ളാഹിൻ്റെ ചോദ്യമാണ്. ഇപ്പം ഞാനിത് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തവർക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവും, എവിടുന്നൊക്കെ ചെയ്തു അല്ലേ. ഓരോ സ്ഥലത്തേക്ക് പോവും, ബാംഗ്ലൂർ പോയി അല്ലേ, എന്തിനാ പോയത്? അതിനായിട്ട് പോകണമല്ലുണ്ട്,
മംഗലാപുരം പോകണവരുണ്ട്, കള്ളുടിക്കാനായിട്ട് പോകണവരുണ്ട്, വ്യഭിചരിക്കാനായിട്ട് നടക്കണവരില്ലേ ഇല്ലേ? ഇതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ട് അള്ളാഹു പരലോകത്ത് നോനങ്ങിട്ട് അണച്ചു പിടിച്ചിട്ട് ചോദിക്കുക, ആ തൈരിഫു ദൻബക്കഥ, ആ തൈരിഫു ദൻബക്കഥ, ഇന്ന തെറ്റ് നീ ചെയ്ത് ഓർമ്മണ്ടോ, എനിക്ക് ഓർമ്മണ്ടോ? ഫയഖൂൽ, അപ്പൊ ഈ തെറ്റ് ചെയ്ത വ്യക്തി പറയും, റബ്ബി ആരിഫ്, പഠിച്ചോനെ ഓർമ്മയുണ്ട്, എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ല പറയാ, ഫൈനി സതർത്തുഹാലൈക ഫിദ്ദുനിയ, ആ തെറ്റ് ഞാൻ ദുനിയാവിൽ വെച്ച് എനിക്ക് മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ കുടുംബക്കാരറിഞ്ഞില്ല, നിന്റെ നാട്ടുകാരറിഞ്ഞില്ല, നിന്റെ ആരും അറിഞ്ഞില്ല, നീ വഷളായില്ല, നീ മാന്യനായി നടന്നു അല്ലേ? പലരുടെയും ജീവിതം അങ്ങനല്ലേ? ഞാനത് മറച്ചു വെച്ചതാ. അല്ല പറയാം, വാന അഗ്ഫിറുഹാലക്കല്യവും, ഇന്ന് ഞാൻ എനിക്കത് പുറത്തും തരികയാണ്. ഇപ്പം എന്ത് മനസ്സിലായി? അള്ളാഹു മറച്ചു വെച്ച കാര്യം അള്ളാഹു നാളെ പരലോകത്തിന് വിചാരണ ചെയ്ത് ശിക്ഷിക്കൂല, പകരം പുറത്തു തരും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര അനുഗ്രഹീതൻ, എന്തൊരു സമ്മാനമല്ലേ അള്ളാന്റെ. അതൊക്കെ ആർക്കേ കിട്ടൂ? ഈമാൻ വേണം കേട്ടോ. അതാ ഈമാനുള്ളതിന് അടയാളം. തെറ്റ് വന്നാൽ അള്ളാഹിന് ഓർമ്മ വരും, മനസ്സിലായോ? അപ്പം തന്നെ ഇസ്തിഗ്ഫാർ നടത്തും, പഠിച്ചോനെ മാപ്പുണ്ട്, തെറ്റ് വന്നുപോയി. അതാ, അല്ലാണ്ട് ആ തെറ്റ് ന്യായീകരിച്ച് ഉറച്ചിക്കൂല. വാന അഗ്ഫിറുഹ ലക്കൽ യൗം, എന്നിട്ടോ ഫയൂത്തി സഹീഫത്ത ഹസനാത്തി, ഓൻ അതുവരെ ചെയ്ത നന്മകളുടെ ഏട് കിതാബ് ഓൻ്റെ കൈ കൊടുക്കും. അങ്ങനെ ഫഅമ്മാമൻ ഊത്തിയ കിതാബു ബി യമീനി, വലത് കയ്യിൽ അള്ളാഹു രേഖ കൊടുക്കുമല്ലോ, അതുപോലെ നമ്മളുടെ തെറ്റൊക്കെ മാപ്പാക്കിയിട്ട് നമ്മളെ കയ്യിൽ വലത് കയ്യിൽ കർമ്മരേഖ തരിക. നമ്മൾ ചെയ്ത കർമ്മരേഖ ഒക്കെ വലത് കൈ തരും കേട്ടോ. ഹത്താ ഇദാ ഖററഹു, അവനെ കൊണ്ട് അത് സമ്മതിപ്പിച്ചതിന് ശേഷം, ഓ യസ്തുറുഹു മിനന്നാസ്, ആ പരലോകത്ത് ഒത്തുകൂടിയ മുഴുവൻ ആളുകളിൽ നിന്നും മറച്ചു വെച്ചവനെ ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് അത് കൊടുക്കുക. ഇത് മറക്കലും ഇന്നെ ചെയ്തില്ലേ എന്ന് ചോദിച്ചതൊക്കെ രഹസ്യമാണ്. മറ്റിപ്പോൾ നമ്മളെ ഉമ്മ ഉണ്ടാവും, നമ്മളെ ബാപ്പ ഉണ്ടാവും, ഓരൊക്കെ അറിയുമ്പങ്ങുണ്ടാവും. ഇപ്പം നമ്മൾ പല തെറ്റുകളും ചെയ്തത് ആരറിഞ്ഞില്ല, ഓരറിഞ്ഞില്ല, നിങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ വിചാരിച്ചു. പക്ഷെ അള്ളാഹ് അറിയും എല്ലാ തെറ്റും അല്ലേ? അത് വല്ലാത്തൊരു രംഗ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ലോകം കണ്ട ഒരു തെറ്റും ചെയ്യാത്ത മഅ്സൂമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പ്രാർത്ഥന ഇട്ടുള്ളത്, അല്ലാഹുമ്മ ഉസ്തുർ ഔറാത്തി, പടച്ചോനെ എൻ്റെ ന്യൂനതകൾ നീ ദുനിയാവിലും പരലോകത്തും മറച്ചു വെക്കണേ. ഒരു ന്യൂനതയില്ല, മഅ്സൂമാണ്. ഉസ്തുർ ഔറാത്തി, എൻ്റെ ഔറത്തുകൾ, എൻ്റെ ന്യൂനതകൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ തെറ്റുകൾ പടച്ചോനെ മറച്ചു വെക്കണേ. ആമിൻ റൗആത്തി, ഞാൻ ഭയപ്പെടുന്ന കാര്യം എനിക്ക് അതിൽ നിന്ന് എനിക്ക് നിർഭയത്വം തരണം. അല്ലാണ്ട് റസൂൽ പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ, നിരവധി ഹദീസുകൾ ഉദ്ധരിച്ചു. ഈ ഹദീസുകളെല്ലാം നിങ്ങൾ പഠിക്കുകയാണ് ചെയ്തെങ്കിൽ ഉണ്ടല്ലോ, വിശുദ്ധരിൽ വിശുദ്ധരായിപ്പോവും, യാതൊരു സംശയമില്ല. ഇതിങ്ങനെ കേൾക്കുകയാണ് ഓരോരോ ആഴ്ചയും. കേൾക്കുന്നു, ചെവി കൂടെ കേൾക്കുന്നു, മറ്റേ ചെവി കൂടെ വിടുന്നു, നമ്മൾ എടുക്കുന്ന പണി നമ്മൾ എടുക്കുന്നു വീണ്ടും അല്ലേ? നമ്മളെല്ലാ തെറ്റും നിരന്തരം ആവർത്തിക്കുന്നു. അങ്ങനെ മരിച്ചു പോയാൽ ആളുകൾ പറയും നമ്മളെ വാപ്പ മരിച്ചുപോയി, എല്ലാവരും ദ്വാരക്കണം, പള്ളിക്കലുള്ള ആളുകൾ കത്ത് കൊടുക്കും, എല്ലാ പള്ളിക്കലും ദ്വാരക്കാൻ അല്ലേ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. അതുകൊണ്ടെന്താ, അള്ളാഹുവിൻ്റെ മനുഷ്യന്മാരെപ്പോഴും ആരായിരിക്കണം എന്നറിയോ? സിത്തീറായിരിക്കണം. അള്ളാഹ് സിത്തീറാന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത് നമ്മൾ കണ്ടാൽ അത് പ്രചരിപ്പിക്കരുത്, അത് മറച്ചു വെക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി റസൂലുള്ള പറഞ്ഞു, ഇന്ന മൂസ കാന റജുലൻ ഹയ്യൻ സിത്തീറൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭയങ്കര ലജ്ജുള്ള ആളും, ലജ്ജുള്ള ആളുകൾക്ക് മറച്ചേക്കാൻ കഴിയുള്ളൂ കേട്ടോ. മറ്റുള്ളവരുടെ ലജ്ജ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്കും മറ്റുള്ളവരുടെ തിന്മകൾ മറച്ചേക്കാൻ കഴിയില്ല, അത് പ്രചരിപ്പിക്കും. ഓന് സ്വന്തം ലജ്ജ ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് ലാ യുറാ മിൻ ജിൽദിഹി ഷൈഉൻ ഇസ്തിഹ്യാ മിൻഹു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരത്തിൻ്റെ തൊലിഭാഗം ലജ്ജ കാരണത്താൽ ഒരാളും അദ്ദേഹം മരിക്കുന്നതുവരെ കണ്ടില്ല. മൂസാ നബിൻ്റെ തൊലിൻ്റെ ഭാഗം മൂസാ നബി മരിക്കുന്നതുവരെ ഒരാളും കണ്ടിട്ടില്ല. ലാ യുറാ മിൻ ജിൽദിഹി ഷൈഉൻ ഇസ്തിഹ്യാ മിൻഹു, ലജ്ജ കൊണ്ട് ഉണ്ടോ? അങ്ങനെ ലജ്ജുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വന്തം ലജ്ജ ഉണ്ടാവണം. ലജ്ജ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ലജ്ജ അങ്ങനെ മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള ഭാഗ്യം എന്ത് ചെയ്യണം? മറയണം. അത് ലജ്ജയല്ലേ അല്ലേ പുരുഷൻക്ക്? ഇപ്പോഴെങ്ങനെ? ഇപ്പം യൂറോപ്യൻ ടൗസറാ അല്ലേ?
തോടിയൊക്കെ കാണുന്ന വിധത്തിലാണ് നടക്കുക. നടക്കാൻ പോകുമ്പോഴാണ് നിങ്ങളെ പുരൻ്റെ അകത്തുനിന്ന് രഹസ്യമായ റൂമിൽ വെച്ച് നിങ്ങൾ ടൗസർ ഇട്ടിട്ട് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ആളുകൾ എന്തായാലും അറിയാം, തൊടിയും കാണിച്ച് നടക്കുക. കാലിൻ്റെ നിര്യാണിൻ്റെ മുകളിലേക്ക് സോക്സ് ഇട്ടുണ്ടാവും, അതിൻ്റെ മുകളിലേക്ക് തൊടൻ്റെ അവിടുത്തെ മുകളിലേക്ക് ഒരു ടൗസർ ഇട്ടുണ്ടാവും അല്ലേ. അതിപ്പോൾ യൂറോപ്യൻ കൺട്രീസിൻ്റെ സംസ്കാരമാണ്, ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല കേട്ടോ, പുരുഷൻ്റെ സംസ്കാരത്തിലേ പെട്ടതല്ല. ഇതൊക്കെ ശിക്ഷിക്കപ്പെടും. നമ്മളറിയില്ല, നമ്മളെ വിചാരിച്ച അറിയോ, ഒരു ടൗസർ ഇട്ട് നടന്നപ്പോൾ എന്താ വരാൻ പോകേണ്ടതെന്നാണ്. ടൗസർ ഇട്ട് നടന്നാൽ ഒന്നും വരാൻ പോകില്ല, എൻ്റെ ലജ്ജ പോവും. എൻ്റെ ലജ്ജ പോയാലോ നിനക്ക് മറ്റുള്ളവരുടെ ന്യൂനതകൾ പറഞ്ഞ് പെരത്തി നടക്കുന്നതിന് ഒരു വിരോധം ഉണ്ടാവില്ല. എൻ്റെ മനസ്സ് മുഴുവൻ കീറി പറഞ്ഞായിരിക്കും, മനസ്സിന് ശുദ്ധി ഉണ്ടാവുക കേട്ടോ. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മൾ നാളെ ഇതെല്ലാം ചെയ്ത് റബ്ബിൻ്റെ കോടതിയിൽ അള്ളാൻ്റെ ഖുർആനും ഹദീസൊക്കെ കേട്ടിട്ട് ഒരു പുല്ല് വില കൽപ്പിച്ചു ഒന്നും ജീവിതത്തിൽ പാർത്തിയില്ല. എല്ലാ വെള്ളിയാഴ്ചയും നല്ല തർക്കമില്ല ജീവിതത്തിൽ പാർത്താൻ കഴിഞ്ഞാൽ തർക്കമില്ല എന്നൊക്കെ ചിന്തിച്ചു അല്ലേ. പക്ഷേ ഇതൊന്നും പകർത്താതെ മരിച്ചു നിൽക്കുക. എന്നാൽ എന്താ അവസ്ഥ? അതുകൂടി ഒന്ന് കണ്ടോളി, നിങ്ങൾ കേട്ടോളി. നിങ്ങൾ ഇന്നും കേട്ടിട്ടുണ്ടാവും ഈ ആയത്തല്ലേ, ഇന്നും കേട്ടിട്ടുണ്ടാവും സുബൈക്ക്. എന്താ? വലൗ തറ ഇതിൽ മുജ്രിമൂന നാസ്കിസു റൂസിഹിം ഇൻദ റബ്ബിഹിം. തെറ്റെല്ലാം ചെയ്ത് നാണത്തോടുകൂടി ഈ തെറ്റൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട സദസ്സിലിരുന്നു, കേട്ടു, മനസ്സിലാക്കി, എന്നിട്ടും തെറ്റാവർത്തിച്ചു. ആ മനുഷ്യൻ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് നാക്കിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, തല താഴ്ത്തി റബ്ബിന്റെ മുമ്പിൽ നാണത്തോടുകൂടി നിൽക്കുന്ന ഒരു രംഗം കുറിയാൻ പറയാം. വെള്ളിയാഴ്ചകൾ ഇന്ന് മതിയില്ലേ സുബൈക്ക് സജദ അല്ലേ? നാക്കിസു റൂസിഹിം ഇൻദ റബ്ബിഹിം. നിങ്ങൾ എന്താ നിങ്ങൾ പറയുന്നത് അവിടെ നിന്നിട്ട്? റബ്ബന അബ്സർന, പടച്ചോനെ ശിക്ഷ കണ്ടു, ഞാൻ ചെയ്തു പോയ തിന്മകളുടെ ശിക്ഷ ഞാൻ പടച്ചോനെ കണ്ടു, പുച്ഛിച്ച് തള്ളി ദുനിയാവെന്ന്. കേട്ടില്ല, പകർത്തിയില്ല, അത് പറഞ്ഞോനെയും പരിഹസിച്ചു. ആരപ്പം അങ്ങനെ ഇങ്ങനൊക്കെ ജീവിക്കണമല്ലോ ചോദിച്ചിട്ട് അവരെയും പരിഹസിച്ചു, തള്ളിക്കളഞ്ഞു. അബ്സർന വസമീന, പടച്ചോനെ ഞാൻ പോകേണ്ട നരകത്തിന്റെ ഗർജനം ഞാൻ കേട്ടു. ഫർജീന, പടച്ചോനെ ഒന്ന് മടക്കി തന്നാ മതി, ഈ നരകത്തുനിന്ന് ഒന്ന് മടക്കി തരണം ദുനിയാവിലേക്ക്. എന്തിനാ? നഅമൽ സാലിഹൻ, സൽക്കർമ്മം ചെയ്യാനാ, വേറൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട, വീടുണ്ടാക്കണ്ട, മുള കെട്ടിക്കണ്ട, ആരും പഠിപ്പിക്കേണ്ട, ഒരു കാര്യമില്ല, എനിക്ക് സൽക്കർമ്മം ചെയ്യണം, അതിനു വേണ്ട വിലാപാണ് കേട്ടോ. നഅമൽ സാലിഹൻ ഇന്നാ മൂക്കിനൂൻ, അള്ളാഹുവെ ഉറച്ച വിശ്വാസിയാണ് ഞാൻ, ഒരു മാറ്റം ഉണ്ടാവില്ല. അത് പറഞ്ഞത് ഹക്കാണ്, അള്ളാഹിന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യാം, തല താത്തി നിന്നിട്ടെ. ഇതെല്ലാം അള്ളാഹു എടുത്ത് പുറത്തിട്ടാണ്. മരണം വരെ നമ്മൾ രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ തെറ്റുകളും അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മളുടെ മുമ്പിൽ അള്ളാഹു പ്രദർശിപ്പിച്ചപ്പോൾ ഇവൻ തലയും താത്തി നിൽക്കുക. അള്ളാഹിൻ്റെ കലാമിൻ്റെ നേരെ പുറതിരിഞ്ഞു നിന്നോനാ. ഇങ്ങോട്ടോ അല്ല പറയാ. എന്നാൽ അള്ളാഹു വിചാരിച്ചതെങ്കിൽ, ഇപ്പം ചിലവർ ഇങ്ങനെ പറയാ, എന്താ പറയുക, അല്ല വിചാരിച്ചതെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. അപ്പം അള്ളാഹ്ക്കാ കുറ്റം അങ്ങനെ പറയുന്നില്ലേ? ഞാൻ ഇങ്ങനെ ആവാൻ കാരണം അല്ലല്ലേ, ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അല്ലല്ലേ, ഞാൻ വ്യഭിചരിക്കാൻ കാരണം അല്ലല്ലേ, ഞാൻ കള്ളുടിയനാവാൻ കാരണം അല്ലല്ലേ. അല്ല വിചാരിച്ചതെങ്കിൽ അള്ളാഹുവിനെ രക്ഷിക്കാമായിരുന്നില്ലേ? അപ്പം ഞാനാണോ കുറ്റക്കാരൻ എന്ന് പറയുന്നുണ്ട്. അവർക്ക് മറുപടി കൊടുത്തല്ല. ഒലൗഷിനാല അത്തൈന കുല്ലു നഫ്സി ഹുദാഹ. അള്ളാഹു ലക്ഷ്യം വെച്ചിരുന്നെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സദ്വൃത്തരാക്കും. വലാക്കിൻ, പക്ഷേ ഹക്കൽ കൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളും പുല്ല് വില കൽപ്പിച്ച് വലിച്ചെറിഞ്ഞവരെ നരകം കൊണ്ട് നടക്കും എന്ന് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് എല്ലാവരെയും അള്ളാഹു സന്മാരിലാക്കില്ല. സന്മാരിലാക്കാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു സന്മാരിലാക്കും. ഒരല്പം നിങ്ങളുടെ മനസ്സിൽ അള്ളാഹിന്റെ നിയമമാണ്, ഞാൻ കേൾക്കണം, ഞാൻ ശ്രദ്ധിക്കണം, ഞാൻ ഉൾക്കൊള്ളണം, ഞാൻ പകർത്തണമെന്ന് നിങ്ങളൊരല്പം ചിന്തിച്ചാൽ മതി, റബ്ബ് നിങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരും. പരമാവധി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ല മറച്ചു വെക്കുക, ഇവിടുന്ന് മറച്ചു വെച്ചൊക്കെ അവിടുന്ന് മറച്ചു വെക്കും. ഇനിയിപ്പോൾ ആ ധൈര്യത്തിൽ പോണ്ടട്ടോ. ഞാനിപ്പോൾ ചെയ്തൊരു 10,000 തിന്മകളൊന്നും ആരും അറിഞ്ഞിട്ടില്ല, അപ്പം ഒന്നും പരലോകത്ത് ശിക്ഷ ഉണ്ടാവില്ല, ആ ധൈര്യത്തിൽ പോണ്ട. അതിന് നിങ്ങൾക്ക് തൗബ ഉണ്ടാവണം, ആ വന്നുപോയാൽ ഖേദമുണ്ടാവണം അല്ലേ. അതൊന്നും ഇല്ലാണ്ട് മരിച്ചാലോ ശിക്ഷിക്കപ്പെടും കേട്ടോ. അപ്പം എന്താ പറഞ്ഞത്? അല്ല പറയാം, നരകത്തിൽ അള്ളാഹു അംല എന്ന ഞാൻ നിറക്കും, നരകം നിറക്കുക എന്നല്ലേ.
ഒരു നരകത്തെക്കുറിച്ച് അത് പറഞ്ഞപ്പം നരകത്തെക്കുറിച്ച് റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, നരകത്തിലേക്ക് ഒരു കല്ല് ഇട്ടാൽ 70,000 വർഷം കഴിയും ആ കല്ല് നരകത്തിൻ്റെ അടിയിലെത്താൻ. അപ്പം അതിൻ്റെ ആഴത്ര അത് നടക്കുന്ന പറഞ്ഞു. 70,000 വർഷം കഴിയണം നരകം എന്നറിയാൻ ഒരു കല്ല് താഴെട്ടിട്ടാൽ. അപ്പം അതിൻ്റെ ആഴത്ര ആ നരകം അല്ലാഹു നടക്കും മനുഷ്യന്മാരെ കൊണ്ട് കേട്ടോ. അപ്പോൾ 1000 ആൾ ഇവിടുന്ന് മരിക്കുകയാണെങ്കിൽ 999 ആളും നരകത്തിലേക്കാണ്, ഒരാൾ മാത്രമേ സ്വർഗത്തിലേക്ക് ഉണ്ടാവും. അപ്പം ആ സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകൾ നമ്മൾ പെടണം, മനസ്സിലായി? ആ ഒരാളിൽ നമ്മളാവണം, ആ ഒരാൾ നമ്മളാണ് കേട്ടോ എന്നാഗ്രഹിക്കണം ഓരോരുത്തരും. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴേ അവൻ സ്വർഗത്തെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് അല്ലാഹ് പറയാം, ഫദൂക്കു ആസ്വദിച്ചോളൂ നരകശിക്ഷ, ബിമാ നസീത്തും, എൻ്റെ കൽപ്പനകളെല്ലാം നീ മറന്നു. എത്രയോ കൽപ്പനകൾ എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹുവിൻ്റെ മിമ്പറിൽ നിന്ന് പഠിക്കാൻ കഴിയാത്തവർക്ക് കേൾക്കാൻ കഴിഞ്ഞു അല്ലേ? ഈ സദസ്സിൽ പങ്കെടുത്ത ഒരു 90% ആളുകളും പഠിച്ചവരല്ല. 10% ആളുകൾ ചിലപ്പം ഖുർആനും ഹദീസുമായിട്ടൊക്കെ പഠനവുമായി ബന്ധമുണ്ടാവും. അവർക്ക് ഞാൻ ഈ ഉപയോഗിക്കുന്ന ആയത്തും ഹദീസുമൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, അവർക്ക് മറക്കൂല്ല. എന്നാൽ 90% ആളുകൾക്കും ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല, എന്നാൽ കേട്ടല്ലോ. അപ്പം അല്ലാഹ് പറയാം, ഫദൂക്കു ആസ്വദിച്ചോളൂ ബിമാ നസീത്തും ലിഖാ യൗമിക്കും ഹാദാ, ഇങ്ങനൊരു ദിവസം തെറ്റുകളെല്ലാം ചെയ്ത് അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ നീ അനുഭവിക്കേണ്ട ശിക്ഷയെക്കുറിച്ചെല്ലാം ബോധ്യപ്പെടുത്തിയ ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും അതൊക്കെ നീ മറന്നുപോയി. അള്ളാഹിനെ കണ്ടുമുട്ടെന്ന് നീ ചിന്തിച്ചേ ഇല്ല. നീ നിന്റെ എല്ലാ തമ്മാടിത്തവും തുടർന്നു. അതുകൊണ്ട് അല്ലാഹ് പറയാം, ഫദൂക്കു ബിമാ നസീത്തും ലിഖാ യൗമിക്കും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടലിനെ നീ മറന്ന് ജീവിച്ചതിനാൽ ആസ്വദിച്ചോളൂ. ഇന്നാ നസീനാക്കും, നാം നിന്നെ മറക്കുകയാണ്. ഇനി അന്നെ ഓർക്കാൻ എന്നെ കൊണ്ടാവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞെന്താ, അള്ളാഹു അടുപ്പിച്ചു നിർത്തും, എന്നിട്ട് ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ പുറത്തു നിന്നു അല്ലേ? ആ റബ്ബാണ് ഇപ്പം പറയുന്നത് എന്ത്? ഇന്നാ നസീനാക്കും, നാമും നിന്നെ മറക്കുകയാണ്. ഫദൂക്കു അദാബൽ ഖുൽദ്, ശാശ്വത ശിക്ഷ ആസ്വദിച്ചോളൂ. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച കാരണത്താൽ അല്ലാണ്ട് വെറുതെ തരികയല്ല. അപ്പോൾ ശാശ്വതമായ ശിക്ഷ അള്ളാഹുവിൽ നിന്ന് ലഭ്യമാവും. ആ നിലക്കുള്ള ചിന്തയോടുകൂടി തെറ്റുകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാം അറിയും അല്ലേ? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനസ്സിന്റെ ഉള്ളന്തരാളം, ഹൃദയത്തിന്റെ ശ്രീകോവിലിൽ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ച രഹസ്യം, വനഅലമു, നാം അറിയും, മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യന്റെ മനസ്സിന്റെ തന്തുക്കളിൽ, ഹൃദയത്തിന്റെ തന്തുക്കളിൽ അവൻ ഒളിപ്പിച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും അറിയുന്നതിലേക്കാണ് മരണം യാത്ര. മറക്കണ്ട. അതിനെന്താ കാരണം? അല്ലാഹ് പറയാ, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അള്ളയാണ്. അതുകൊണ്ട് അല്ലാഹ് അറിയും. അല്ലാഹ് അറിയാത്തൊരു കാര്യം ഉണ്ടാകും. വഹുവ മഅക്കും ഐനമാകുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും കൂടെ അല്ലാഹ് ഉണ്ടാവും. നിങ്ങൾ ബാംഗ്ലൂരായാലും, നിങ്ങൾ മംഗലാപുരത്തായാലും, റഷ്യയിലായാലും, അമേരിക്കയിലായാലും, ആകാശത്തിന്റെ ചോട്ടിൽ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ട്, മറിച്ചൊക്കെ കഴിയില്ല. അപ്പം എല്ലാ കാര്യങ്ങളും അറിയുന്ന റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോൾ വിശുദ്ധരിൽ വിശുദ്ധരായി പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കൊത്ത് ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്ന് അതിൽ ശ്രദ്ധിക്കണമെന്ന്, വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കണമെന്ന്, തെറ്റുകളിൽ ഉറച്ചു നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഓരോ നിമിഷത്തിലും നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു പറയുന്നെന്താ വെച്ചാൽ, യഅലമു ഖായിനത്തൽ അയ്യുൻ, മനുഷ്യന്മാരുടെ കണ്ണിൻ്റെ കള്ളനോട്ടം ഞാൻ അറിയും, അല്ലാഹ് അറിയും. കണ്ണുകൊണ്ട് നിങ്ങൾ കള്ളനോട്ടം നോക്കിയാൽ അല്ലാഹ് അറിയും കേട്ടോ. യഅലമു ഖായിനത്തൽ അയ്യുൻ വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങളിൽ നിങ്ങൾ മറച്ചു വെച്ച രഹസ്യങ്ങളും അല്ലാഹ് അറിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെൻ്റെയും ഹൃദയത്തിൽ ഞാൻ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യം നമ്മളെ ഭാര്യ അറിയാണെങ്കിൽ നമ്മൾ കൂടെ ജീവിക്കുമോ? ഭാര്യൻ്റെ രഹസ്യം അറിയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുമോ? രണ്ടാൾക്കും ജീവിക്കാനായില്ല. ഇതെല്ലാം അറിയുന്ന അള്ളാഹു ആലിമുൽ അല്ലാമ അല്ലേ? ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്ന റബ്ബിലേക്കാണ് പോകുന്നതെന്ന് മറക്കണ്ട. അപ്പോൾ അവിടെ ചെന്നാലോ, അവിടെ ചെന്ന് പരലോകത്തിന് ഒരു വിലാപം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ വിലാപത്തിന് പുറമെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറയുന്നു,
വഹും യസ്തരിഹൂന ഫീഹ, നരകത്തിൽ വെച്ച് ഇതൊക്കെ ചെയ്ത് തെറ്റൊക്കെ ചെയ്തു, മാപ്പ് അപേക്ഷിച്ചില്ല. എന്തെല്ലാം നിലക്ക് അള്ളാഹു മാപ്പ് കൊടുക്കാൻ തയ്യാറായില്ലേ? നേരത്തെ നമ്മൾ കേട്ടില്ലേ? അള്ളാഹു തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു ഞാൻ പുറത്തു നിൽക്കുന്നു അല്ലേ? അങ്ങനെയൊക്കെ പുറത്തു നിന്നിട്ട് നരകത്തിൽ കയറിയുണ്ടാവും. ഓൻ്റെ ഒരു അട്ടഹാസം ഉണ്ട്, അതാ ഖുർആൻ പറഞ്ഞത്. ഓഹും യസ്തരിഹൂൻ, അവർ നരകത്തിൽ വെച്ച് നിലവിളിച്ച് അട്ടഹസിക്കും ഭയങ്കര ശബ്ദത്തിൽ. എന്താ പറഞ്ഞത്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹ, പടച്ചോനെ ഈ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. നിലവിളിയുടെ അട്ടഹാസം ആണ്. ഓയറല്ലതീ കുന്നാ നഅമൽ, പടച്ചോനെ മരണം വരെ ഇതുവരെ മരിക്കുന്നവരെ ചെയ്ത തെറ്റുകൾ പോലത്തെ തെറ്റുകളൊന്നും ചെയ്യില്ല പടച്ചോനെ, ഒന്നും മടക്കി തന്നാൾ. ഈ ചെയ്ത തെറ്റൊന്നും ചെയ്യില്ല, ശരി ചെയ്യാനാണ്. അപ്പൊ അള്ളാന്റെ ചോദ്യം, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാവുന്ന പ്രായം ഞാൻ നിനക്ക് തന്നില്ലേ? മരിക്കുന്നതിന്റെ മുമ്പ് 60 വയസ്സുവരെ ജീവിച്ചിട്ട് ഈ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട്, താക്കീതുകൾ ഒരുപാട് തന്നിട്ട്, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നിനക്ക് വിശദീകരിച്ചു തന്നിട്ട്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യകൾ വിശദീകരിച്ചു തന്നിട്ട് ഒന്നും ചെവിക്ക് പുറത്താക്കിയിട്ട് ജീവിച്ച് മരിച്ചു വന്നിട്ട് നമ്മൾ പറയണത്, പടച്ചോനെ ഒന്നും കൂടി ദുനിയാവിൽക്കാക്കിയാൽ ഞാൻ സൽക്കർമ്മം ചെയ്തോളാം. അപ്പൊ അതിന്റെ മറുപടി എന്താണ്? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാവുന്ന പ്രായമൊക്കെ ഞാൻ നിനക്ക് തന്നു. വജാഅകുമുൻ നദീർ, നിരവധി താക്കീതുകാർ നിന്റെ അടുത്ത് വന്നില്ലേ? 60 വയസ്സിനിടെ എത്ര താക്കീതുകാർ വന്നു? ഒരു താക്കീതാണ് രോഗം അല്ലേ? മാരകമായതും അല്ലാത്തതുമായ നിരവധി രോഗങ്ങൾ. ചെറിയ പനി ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് നല്ല ശക്തമായി പനിക്കുമ്പോഴേക്കും നമ്മൾ പറയും ഈ ഇതിൽ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട് അല്ലേ? അത് നദീറാണ്. പിന്നെ ശരീരത്തിലെ ഓരോ ഭാഗത്തുനിന്നും ഓരോ ദിവസങ്ങളുണ്ടാകുന്ന വേദനകൾ, അത് താക്കീതുകളാണ്. എത്ര താക്കീത് വന്നാലും ആ രോഗത്തിൽ കിടന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള മറ്റുള്ളവരുടെ ന്യൂനതകളും കുറ്റങ്ങളും പ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ രോഗത്തിൽ കെടുക്കുന്നോട് കണ്ടിട്ട് പ്രചരിപ്പിക്കണില്ലേ? ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് കാരണം എന്താ, ഇപ്പൊ അങ്ങനെ കെടുക്കുമ്പോൾ 24 മണിക്കൂറും മൊബൈലിലുമുള്ള, ഇപ്പൊ മൊബൈലിൽ എന്ത് വരും? സോഷ്യൽ മീഡിയ മുഴുവനും തമ്മാടുത്ത് അങ്ങനെ വരിക, അത് പ്രചരിപ്പിക്കും. ക്യാൻസർ രോഗം മരണവേദന പോലെ അവൻ അനുഭവിക്കുകയാണ്. ഓന്റെ ജീവിതത്തിൽ ഒരു നേരം പോലും ഓൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല പടച്ചോനെ എങ്ങനെ വേദന അനുഭവിക്കേണ്ടി വരും അല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പാലിയേറ്റീവ് കെയർ അല്ലേ? ഓന്റെ പിന്നാലെ എടുക്കുക, വേദന സംഹാരിയുമായി അല്ലേ? ഒരുപാട് രോഗികളെ രക്ഷിക്കാൻ പല സംവിധാനങ്ങൾ. ഇതൊന്നും അവിടെ ആ രോഗത്തിൽ കഴിയുന്ന ആൾ ഒരു നേരം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാവോ? ഞാനായാലും നിങ്ങളായാലും ചിന്തിക്കൂല. എന്നിട്ടും ജാഅകുമുൻ നദീർ, ഈ നിലക്കുള്ള താക്കീതുകൾ ഒരുപാട് പ്രാവശ്യം തന്നു. എന്തെല്ലാം രോഗങ്ങൾ, താങ്ങാനും സഹിക്കാനും കഴിയാത്ത വിധമുള്ള രോഗങ്ങൾ തന്നിട്ട് പോലും തിരിച്ചു നടന്നില്ല റബ്ബിലേക്ക്. നടന്നോ? പിന്നെയും പിശാചിന്റെ കൂടെ നടക്കരുത് അല്ലേ? ജാഅകുമുൻ നദീർ ഫദൂഖു, അതുകൊണ്ട് അല്ലാഹ് പറയാ ആസ്വദിച്ചോ. ഫമാലിൽ ളാലിമീന മിൻ നസീർ, ഇത്തരം അക്രമികൾക്കൊരു സഹായവും അള്ളാഹുവിന് ലഭിക്കുന്നതല്ല. എന്തൊരു നിർഭാഗ്യവാന്മാർ! അള്ളാഹു അത്തരം നിർഭാഗ്യവാന്മാരായി പരലോകത്ത് കഷ്ടപ്പെടുന്ന ആ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫഅലുകൊണ്ട് നമുക്കെല്ലാം പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നമ്മെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.